എല്ലാവർക്കും നമസ്കാരം. മുൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതോടെ കോക്രോച്ച് ജനതാ പാർട്ടി വിചാരിച്ചത് അവർ ഈ രാജ്യത്തിന്റെ ഭരണം പിടിച്ചു എന്നാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഒരു വിധിയും അതിനോടുള്ള പാർട്ടികളുടെ അഹങ്കാരം നിറഞ്ഞ പ്രതികരണവുമാണ് എന്നെ കൊണ്ട് ഈ വീഡിയോ ചെയ്യിപ്പിച്ചത്. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ കൃത്യമായ ഭരണഘടനാ നിയമങ്ങളും വകുപ്പുകളും വെച്ച് ഒരു ഫാക്ട് ചെക്കാണ് നടത്താൻ പോകുന്നത്. സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നമുക്ക് ഈ പാറ്റകളെ ഒന്ന് പഠിപ്പിക്കാം. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? നീറ്റ് പ്രക്ഷോഭത്തിൽ പങ്കെടുത്തതിന് ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്ത വിദ്യാർത്ഥികളെ വിട്ടയക്കണം എന്നാവശ്യപ്പെട്ട് കോടതിയിൽ കേസ് നടക്കുകയായിരുന്നു. ശേഷം സുപ്രീം കോടതി വളരെ കൃത്യമായ യുക്തിസഹമായ ഒരു വിധിയാണ് പുറപ്പെടുവിച്ചത്. കോടതി പറഞ്ഞത് ഇതാണ്: സമാധാനപരമായി സമരം ചെയ്ത യാതൊരു ക്രിമിനൽ പശ്ചാത്തലവുമില്ലാത്ത എല്ലാ വിദ്യാർത്ഥികളെയും ജയിലിൽ നിന്ന് വിട്ടയക്കുക. എന്നാൽ സമരത്തിന്റെ മറവിൽ അക്രമം കാണിച്ച മുൻകാല ക്രിമിനൽ റെക്കോർഡുകളുള്ള സാമൂഹിക വിരുദ്ധരെ ജയിലിൽ തന്നെ അടയ്ക്കുക. അവർക്കെതിരെ നടപടി തുടരാം. വളരെ മികച്ച തീരുമാനമാണ് അല്ലേ? യഥാർത്ഥ വിദ്യാർത്ഥികൾക്ക് നീതി കിട്ടി. എന്നാൽ ഇതിനോട് CJPയുടെ നേതാക്കളായ സൗരവ് ദാസിനെ പോലെയുള്ളവർ പ്രതികരിച്ചത് എങ്ങനെയാണെന്നറിയാമോ? അവർ പറയുന്നത് സുപ്രീം കോടതിയുടെ ഈ വിധി അവർക്ക് ആക്സെപ്റ്റബിൾ അല്ലത്രേ. സമാധാനപരമായി സമരം ചെയ്ത അവരെ വിട്ടാൽ പോരാ, അക്രമം കാണിച്ച കൊടും ക്രിമിനലുകളെയും വിട്ടയക്കണം എന്നാണ് ഇവരുടെ ഡിമാൻഡ്. ഇല്ലെങ്കിൽ ഇന്ത്യയിലെ സുപ്രീം കോടതിക്കെതിരെ രാജ്യവ്യാപകമായി വീണ്ടും വലിയ പ്രക്ഷോഭം ആരംഭിക്കുമെന്നാണ് CJPയുടെ മുന്നറിയിപ്പ്. അല്ല, ഇവരുടെയൊക്കെ വിചാരം എന്താണ്? വെള്ളരിക്ക പട്ടണമോ? ഒരു മന്ത്രി രാജിവെച്ചപ്പോൾ മാധ്യമങ്ങൾ കുറച്ച് ഹൈപ്പ് കൊടുത്തു എന്നത് സത്യമാണ്. അതിന്റെ അർത്ഥം ഇവർ സുപ്രീം കോടതിക്കും രാജ്യത്തെ നിയമവ്യവസ്ഥയ്ക്കും മുകളിലാണ് എന്നാണോ? ഇവിടെയാണ് നമ്മൾ പുറത്തുള്ള ചില ഓൺലൈൻ ഡേറ്റകളും നിയമപുസ്തകങ്ങളും വെച്ച് കൃത്യമായൊരു ഫാക്ട് ചെക്ക് നടത്താൻ പോകുന്നത്. പാറ്റകൾക്കിതൊന്നും അറിഞ്ഞുകൂടായിരിക്കും, പക്ഷേ നമുക്കറിയാമല്ലോ. ഇന്ത്യൻ ഭരണഘടനയുടെ, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആർട്ടിക്കിൾ 19(1)(b) പ്രകാരം ഈ രാജ്യത്തെ ഏതൊരു പൗരനും ആയുധമില്ലാതെ സമാധാനപരമായി സംഘം ചേരാനും സമരം ചെയ്യുവാനും അവകാശമുണ്ട്. അതാണ് യഥാർത്ഥ വിദ്യാർത്ഥികൾക്ക് കോടതി സംരക്ഷണം കൊടുത്തത്. എന്നാൽ ഇതിനൊരു വാൽഭാഗം കൂടെ ഉണ്ട് ഭായി. ആർട്ടിക്കിൾ 19(3) രാജ്യത്തിന്റെ പരമാധികാരത്തിനും സുരക്ഷയ്ക്കും പബ്ലിക് ഓർഡറിനും എതിരായി പ്രവർത്തിച്ചാൽ ഈ അവകാശത്തിന്മേൽ ഗവൺമെന്റിന്റെ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാം. അതായത് പോലീസിന്റെ ബാരിക്കേഡ് തകർക്കുന്നതും മാധ്യമപ്രവർത്തകരെ ആക്രമിക്കുന്നതും പബ്ലിക് പ്രോപ്പർട്ടി നശിപ്പിക്കുന്നതും നിങ്ങളുടെ മൗലികാവകാശമല്ല, അത് ക്രിമിനൽ കുറ്റമാണ്. ആ ക്രിമിനലുകളെയാണ് സുപ്രീം കോടതി ജയിലിലിടാൻ പറഞ്ഞത്. ഇനി സുപ്രീം കോടതിയെ ഭീഷണിപ്പെടുത്തിയാലോ? അതായത് ഞങ്ങൾ പറയുന്നത് പോലെ ക്രിമിനലുകളെ വിട്ടയച്ചില്ല എങ്കിൽ രാജ്യവ്യാപകമായി കോടതിക്കെതിരെ സമരം ചെയ്യും എന്ന് പറയുന്ന ഈ പാറ്റകൾക്ക് 1971 കോടതി അലക്ഷ്യ നിയമം, അതായത് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ആക്ട് 1971 എന്താണെന്നറിയാമോ? അതിലെ സെക്ഷൻ 2C പ്രകാരം കോടതിയുടെ അധികാരത്തെ ചോദ്യം ചെയ്യുകയോ കോടതിയെ അപകീർത്തിപ്പെടുത്തുകയോ ജുഡീഷ്യൽ പ്രക്രിയയെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയോ ചെയ്താൽ അത് കൃത്യമായ ക്രിമിനൽ കോടതി അലക്ഷ്യമാണ്, അതായത് ക്രിമിനൽ കണ്ടംപ്റ്റ് ആണ്. ഇന്ത്യൻ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ഒന്ന് മനസ്സുവെച്ച് സ്വമേധയാ ഒരു കോടതി അലക്ഷ്യ കേസ് എടുത്താൽ ഈ കിടന്ന് തള്ളുന്ന സൗരവ് ദാസും കൂട്ടരും 6 മാസം സുഖമായിട്ട് അഴിയണം. അവിടെ ജനകീയ സമരം ഒന്നും വിലപ്പോവില്ല. രാജ്യത്തെ പരമോന്നത കോടതിയാണ്. പിന്നെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതിലും വലിയ സമരങ്ങൾ നടന്നിട്ടുണ്ട്. 2011 അണ്ണാ ഹസാരെ നടത്തിയ അഴിമതി വിരുദ്ധ സമരം ഓർമ്മയുണ്ടോ? അതുപോലെ നിർഭയ കേസിന് ശേഷം രാജ്യമെങ്ങും നടന്ന പ്രക്ഷോഭങ്ങൾ. ലക്ഷക്കണക്കിന് യുവാക്കളാണ് അന്ന് തെരുവിലിറങ്ങിയത്. പക്ഷേ അവർ കോടതിയെയും ഭരണഘടനയെയും ബഹുമാനിച്ചിരുന്നു. അവർ നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചിട്ടില്ല. ഇവിടെ CJP വിചാരിക്കുന്നത് കുറച്ചു പേർ ചേർന്ന് ഡൽഹിയിൽ കുത്തിയിരുന്നാൽ സുപ്രീം കോടതി അവർക്ക് സല്യൂട്ട് അടിക്കണമെന്നാണ്. ഇനി എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ പറയാം. ഈയിടെയായി ചിലർക്കൊരു ധാരണയുണ്ട്: ഞങ്ങൾ ജെൻസിയാണ്, ഞങ്ങൾ യുവാക്കളാണ്, അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്താലും ഈ രാജ്യം അത് സഹിച്ചുകൊള്ളണമെന്ന്. ഒരു കാര്യം മനസ്സിലാക്കുക: നിങ്ങൾക്ക് 22 വയസ്സാണെങ്കിലും 62 വയസ്സാണെങ്കിലും നിങ്ങൾ അക്രമം കാണിച്ചാൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന്, അതായത് IPC, അതല്ലെങ്കിൽ പുതിയ ഭാരതീയ ന്യായ സംഹിതയ്ക്ക്, അതായത് BNS, നിങ്ങൾ വെറുമൊരു ക്രിമിനലാണ്. അവിടെ ജെൻസി ഡിസ്കൗണ്ട് കോഡുകൾ ഒന്നുമില്ല. പിന്നെ
ഈ രാജ്യം ചലിക്കുന്നത് ഏതെങ്കിലും ഒരു കൂട്ടം യുവാക്കൾ സമരം ചെയ്യുന്നത് കൊണ്ടല്ല. രാവിലെ എഴുന്നേറ്റ് പണിക്ക് പോകുന്ന കർഷകർ, രാത്രി വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാർ, ആശുപത്രികളിലെ ആരോഗ്യ പ്രവർത്തകർ, റോഡ് പണിയുന്ന തൊഴിലാളികൾ, അങ്ങനെ ഇവരെല്ലാവരും ചേർന്നതാണ് ഈ രാജ്യം. ഇവരുടെ നികുതിപ്പണം കൊണ്ടാണ് ഈ നാട് ഓടുന്നത്. ആ നാട്ടിലെ സ്വൈര്യ ജീവിതം തകർക്കാൻ ഏതെങ്കിലും പാറ്റകളോ പഴുതാരകളോ വിചാരിച്ചാൽ അവരെ നിയമത്തിന്റെ വഴിക്ക് തന്നെ ഒതുക്കാൻ രാജ്യത്തിന്റെ സിസ്റ്റത്തിന് നന്നായിട്ട് അറിയാം. സുപ്രീം കോടതിയുടെ വിധി അക്ഷരം പ്രതി ശരിയാണ്. പഠിക്കാൻ പോയ പിള്ളേർക്ക് വീട്ടിൽ പോകാം, ബാക്കിയുള്ള ക്രിമിനലുകൾക്ക് ജയിലിൽ കിടക്കാം. ഇതിൽ കൂടുതൽ ഒരു വിട്ടുവീഴ്ചയും ഭരണകൂടം ചെയ്യേണ്ട ആവശ്യമില്ല. ഇതാണ് ഈ വിഷയത്തിലെ യഥാർത്ഥ നിയമവശം. ഇതാണ് നമ്മൾ നടത്തിയ ഫാക്ട് ചെക്ക്. കുറച്ചു പേർ സമരം ചെയ്തതുകൊണ്ട് രാജ്യത്തെ സുപ്രീം കോടതി അവരുടെ വിധി മാറ്റി എഴുതാൻ പോകുന്നില്ല. ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്തു തോന്നുന്നു? സുപ്രീം കോടതിയുടെ വിധിയാണോ ശരി, അതോ ഈ പാറ്റകൾ പറയുന്നത് പോലെ എല്ലാ ക്രിമിനലുകളെയും വെറുതെ അങ്ങ് വിടണോ? യാതൊരു ഫിൽറ്ററും ഇല്ലാതെ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം. എല്ലാവർക്കും നന്ദി.